ഹായ്, ഞാൻ ഡോക്ടർ മേബൽ ജോസ്, സെൻറ്റ് ജോസഫ് കരുവഞ്ചൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ട് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ആചരണം നടക്കുന്നത്? അത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലേ? ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അമ്മയ്ക്കും ഗുണങ്ങളുണ്ട്, കുഞ്ഞിനും ഗുണങ്ങളുണ്ട്. എന്താണ് കുഞ്ഞിന് കിട്ടുന്ന ഗുണങ്ങൾ? കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു സമ്പുഷ്ട ആഹാരമാണ് മുലപ്പാൽ എന്നുള്ളത്. കുഞ്ഞിന്റെ ശാരീരിക വളർച്ചയ്ക്കും ബുദ്ധിപരമായ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും എല്ലാം ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മുലപ്പാലിന് സാധിക്കും. മുലപ്പാല് കുടിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് വീണ്ടും ദാഹിക്കില്ല എന്ന് വിചാരിച്ച് ഒരു തുള്ളി വെള്ളത്തിന്റെ പോലും പിന്നീട് ഒരു ആവശ്യം വരുന്നില്ല. മുലപ്പാൽ 2 തരത്തിലുണ്ട്, ഫോർ മിൽക്കും ഹൈൻ മിൽക്കും. ഫോർ മിൽക്ക് എന്ന് പറയുന്ന ആദ്യം വരുന്ന വെള്ളം പോലത്തെ മുലപ്പാലാണ്. അത് കുഞ്ഞിന്റെ ദാഹത്തിനും പെട്ടെന്നുള്ള ദാഹശമനത്തിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നീട് വരുന്ന കട്ടിപ്പാലാണ് കുഞ്ഞിന് ആവശ്യമായുള്ള കാലറികളും കുഞ്ഞിന്റെ തൂക്കം കൂടാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഹൈൻ മിൽക്കിലാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ അത് ഒരു ബ്രസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് ഒരു ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന മറ്റൊരു ബ്രസ്റ്റിലേക്ക് ഫീഡിങ് മാറ്റുമ്പോൾ 2 സ്ഥലത്ത് നിന്ന് ഫോർ മിൽക്ക് മാത്രമായിരിക്കും കുഞ്ഞിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കുഞ്ഞിന് തൂക്കം കൂടാനും മറ്റ് പോഷകങ്ങളുടെ ലഭ്യതയും കുറയാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ? എത്രയും പെട്ടെന്ന് നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഡെലിവറി കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആദ്യം വരുന്ന മുലപ്പാലിൽ കൊളസ്ട്രോൾ അടങ്ങുന്ന കൊഴുത്ത കട്ടിപ്പാൽ, മഞ്ഞ നിറത്തിലുള്ള പാലാണ് കുഞ്ഞിലേക്ക് ഫസ്റ്റ് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യമായിട്ട് കിട്ടുന്നത്. അത് തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കരുത്. ആദ്യം അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് എന്തുണ്ട് ഗുണങ്ങൾ? ആദ്യം തന്നെ നമ്മൾ മുലപ്പാൽ തുടങ്ങുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങാൻ വേണ്ടിയിട്ടും പിന്നീടുള്ള ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിലെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണ്. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതും സഹായിക്കും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളത കൂട്ടാൻ വേണ്ടിയിട്ടും ബ്രസ്റ്റ് ഫീഡിങ് ഒത്തിരി സഹായിക്കും. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും തുടങ്ങുന്നത് ഡെലിവറിക്ക് മുന്നേ തുടങ്ങേണ്ടതാകുന്നു. ഡെലിവറിക്ക് മുന്നേ തന്നെ ബ്രസ്റ്റുകൾ നോർമൽ ആണോ, നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നുണ്ടോ, നിപ്പിളിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡെലിവറി എടുക്കുന്തോറും ബ്രസ്റ്റ് ഫീഡിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ നോക്കിയിരിക്കേണ്ടതാണ്. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കണം. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അമ്മയ്ക്കും കുഞ്ഞിനും നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇപ്പോഴും കുഞ്ഞിന് തികയുന്ന പാലില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അമ്മയെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആദ്യമായി ഡെലിവറി കഴിഞ്ഞവർക്ക് അത് വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. കാരണം ആദ്യത്തെ നാളുകളിൽ കുഞ്ഞ് മിക്കവാറും പാല് കുടിക്കുന്ന രാത്രികാലങ്ങളിലായിരിക്കും. അമ്മയുടെയും ഉറക്കം അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് കൂടെ നിൽക്കാനും പകൽ സമയത്ത് കുഞ്ഞ് കൂടെ ഉറങ്ങുമ്പോൾ കുഞ്ഞിന്റെ കൂടെ അമ്മയ്ക്കും ഉറങ്ങാനുള്ള റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. കൂടിയുള്ള ചോദ്യങ്ങൾ, പാലുണ്ടോ, കുഞ്ഞ് മര്യാദയ്ക്ക് കുടിക്കുന്നില്ലേ, കുഞ്ഞിനെ തികയുന്നില്ലല്ലോ, കുഞ്ഞ് കരയുകയാണല്ലോ, കുഞ്ഞ് തൂക്കം വെക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് അമ്മയെ അധികം വീർപ്പ് മുട്ടിക്കാതിരിക്കുക. പുറത്തു നിന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മുലപ്പാൽ നന്നായിട്ട് ഉണ്ടാകാനുള്ള ഭക്ഷണങ്ങളും പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം വിശ്രമവും അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പുറത്തു നിന്നുള്ളവർ ചെയ്യേണ്ടത്. നിപ്പിളിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തരണം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. നിപ്പിളിന് വരുന്ന പെയിനും ബ്രസ്റ്റിൽ പാല് കെട്ടി നിന്നിട്ട് വരുന്ന ബ്രസ്റ്റ് എൻഗോജ്മെന്റും എല്ലാം അമ്മയെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികൾ നേടുകയോ ചെയ്തിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പോഴും സുഖകരവും സന്തോഷവുമുള്ള ഒരു അനുഭവമാക്കിയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും നമുക്ക് മാറ്റി കൊടുക്കാം.